ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻപ് പറയുന്നത് പോലെ ഒരു സ്പെഷ്യൽ അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിലുള്ള പല സുഹൃത്തുക്കൾക്കും ഞാൻ ഉൾപ്പെടെ പല ആൾക്കാർക്കും പല തരത്തിലും സിബിലിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുള്ളവരാണ്. ഓക്കെ, ചില സമയങ്ങളിൽ എന്താ പറയുന്നത്, ലോൺ അടയ്ക്കാൻ ക്യാഷ് ഇല്ലാതെ EMI ബൗൺസ് ആയിട്ടുണ്ട്. അങ്ങനെ സിബിലിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒരു 500-നും ഒരു 680-നും അല്ലെങ്കിൽ 675-നും ഇടയിൽ സിബിൽ സ്കോർ ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയുന്നത്, വെറുതെ ഇങ്ങനെ ഓരോ ആപ്പുകളും അല്ലെങ്കിൽ NBFC നോക്കിയ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഒരു NBFC 300+ സിബിൽ സ്കോറിൽ ലോൺ കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു ഇൻഫർമേഷൻ അവരുടെ സൈറ്റിൽ കണ്ടു. അപ്പൊ എനിക്ക് വിശ്വാസമായില്ല. അപ്പൊ ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ 300+ സിബിൽ സ്കോറിന്റെ ലോൺ കൊടുക്കുമെന്ന് കാണിച്ചിരിക്കുന്നു, അത് ശരിയാണോ ഇല്ലയോ എന്ന് കുറെ നേരം സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ശരിയാണ് സാർ, നമ്മൾ ലോൺ കൊടുക്കും, 300+ സിബിൽ സ്കോറിൽ ലോൺ കൊടുക്കും. അത് പിന്നെ സാലറി ഉള്ളവർക്കും സാലറി ഇല്ലാത്തവർക്കും കൊടുക്കും. അപ്പോൾ എനിക്ക് അതിലും വിശ്വാസമായില്ല. വീണ്ടും അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച സമയത്ത് വേറെ ഒരാളാണ് എടുത്തത്. അപ്പോൾ അവർ കാര്യമായിട്ട് പറഞ്ഞു, സാർ 300+ സിബിൽ സ്കോറിൽ നമ്മൾ ലോൺ കൊടുക്കും, അദ്ദേഹത്തിന് 25,000 രൂപ സാലറി ബാങ്ക് വഴിയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ലോൺ കൊടുക്കുമെന്നാണ് പറയുന്നത്, പേഴ്സണൽ ലോൺ. ഇനി സാലറി ഇല്ലാത്ത ആൾക്കാർക്ക് 650 സിബിൽ സ്കോർ വേണം, എന്നാൽ മാത്രമേ നമ്മൾ ലോൺ കൊടുക്കൂവെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 പേരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ 3 പേര് പറഞ്ഞതും 3 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. പക്ഷേ 350, 400 സിബിൽ സ്കോറിലുള്ള ആൾക്കാർക്ക് ഇതിൽ നിന്ന് ലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാർ ഇത് കണ്ടിട്ട് ഇത് ഫേക്ക് ആണോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ 300+ ഈ ഒരു ഓപ്ഷനിലൊക്കെ ലോൺ കൊടുക്കുന്നു വെച്ചാൽ അത് ഫേക്ക് ആപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞ് പല ആൾക്കാരും എടുക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ഫേക്ക് ആപ്പ് ഒന്നുമില്ല, RBI അപ്രൂവ് ആയിട്ടുള്ള കിടിലം ആപ്ലിക്കേഷൻ ആണ്. 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ലോൺ കൊടുക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ 300+ സിബിൽ സ്കോറിൽ നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ 25,000 രൂപ സാലറി വേണം. ഓക്കെ, എനിക്കറിയാം ഒരുപാട് ആൾക്കാർ 25,000, 30,000, 40,000 സാലറി വെച്ച് പല പല ബാങ്കുകളിലും കയറി നടക്കുന്നുണ്ട്. അവർക്ക് ലോൺ കിട്ടുന്നില്ല, കാരണം സിബിൽ സ്കോർ 700-ഉം 750 ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്ന ഒരു കിടിലം ഓപ്ഷനാണ് ഈ ഞാൻ പറയുന്ന ഈ ഒരു ബ്രൈറ്റ് ലോൺ. അപ്പൊ ഇതിനു മുമ്പ് ഈ ഒരു വീഡിയോ നമ്മൾ ചെറുതായിട്ട് ചെയ്തായിരുന്നു. അപ്പോ അവർക്ക് വേണ്ടിയാണ് ഒരിക്കൽ കൂടി പറയുന്നത്. നിങ്ങൾ സാലറി ഇല്ലാത്ത ആൾക്കാർക്കും, ഇതിൽ ഞാൻ സാലറി അല്ലാത്ത കേസിൽ ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. എനിക്കൊന്നും തോന്നുന്നു, എനിക്ക് അപ്രൂവൽ ആയത് 10,000 രൂപയാണ്. ഓക്കെ, സിബിൽ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് 675 സിബിൽ ആയിരുന്നു. അതാണ് ഞാൻ ഇത്ര കൃത്യമായി പറയുന്നത്. പിന്നെ ഡോക്യുമെന്റ്സ് വേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ്, ഇൻകം പ്രൂഫ്. പിന്നെ ഇതിലൊരു കാര്യം അവര് സ്പെഷ്യലായിട്ട് ചോദിക്കും, ഈ ആധാർ കാർഡ്, പാൻ കാർഡ് അല്ലാതെ നമ്മുടെ വീടിന്റെ ഓൺ ഹൗസ് പ്രൂഫ് ഏതെങ്കിലും ഒന്ന് കൊടുക്കേണ്ടി വരും. ഇപ്പോ കറണ്ട് ബില്ലോ, വാട്ടർ ബില്ലോ, ടെലിഫോൺ ബില്ലോ, ബ്രോഡ്ബാൻഡോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊടുക്കണം. കൊടുത്താൽ മാത്രമേ അവർ അപ്രൂവൽ ആക്കുകയുള്ളൂ. അത് സാലറി ആയിക്കോട്ടെ, സെൽഫ് എംപ്ലോയി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു ഡോക്യുമെന്റ് ഓൺ ഹൗസ് എന്ന് പ്രൂഫ് ചെയ്യുന്ന ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇവർക്ക് വേണം. ഞാൻ നോക്കിയപ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം അവർ സാലറി ഇത്ര കൂട്ടിയിട്ടുണ്ട്. അവർ ഉദ്ദേശം ഇതാണ്, ഈ ഇത്രയും സാലറി ഉള്ളവർക്ക് ഇങ്ങനെ സിബിൽ കുറയണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വന്ന് കാണും. അപ്പൊ ഇനി നമ്മൾ കൊടുത്താൽ അവർ അടയ്ക്കുമെന്ന്, ഇത്രയും സാലറി ഉണ്ടല്ലോ, അടയ്ക്കുമെന്ന് അവർക്കൊരു വിശ്വാസം കാണും. അതുകൊണ്ടായിരിക്കാം 300+ സിബിൽ സ്കോറിൽ അവർ ലോൺ കൊടുക്കുമെന്ന് മീൻസ് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ മുമ്പ് ഇതേപോലെ തന്നെ പറയുന്നത്, സിബിൽ ഡിഫോൾട്ടേഴ്സ്, അതായത് ഫസ്റ്റ് ഒരു ലോൺ ഒരു 5 വർഷം മുമ്പ് ഒരു ലോൺ എടുത്തു, ബാക്കി എല്ലാം പെൻഡിങ്, ഇതുവരെ പെൻഡിങ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും കൊടുത്തില്ല. അതുപോലെ തന്നെ കാർ ലോൺ എടുത്തു, 36 EMI അടയ്ക്കാനുള്ളതിന് ഒരു EMI കറക്റ്റ് അടച്ചു, ബാക്കി 35 എണ്ണവും പെൻഡിങ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇനി എത്ര സിബിൽ സ്കോർ കുറവെന്ന് പറഞ്ഞാലും കിട്ടില്ല. അപ്പൊ അതൊക്കെ നോക്കിയോളണം. അപ്പോ ചില ആൾക്കാർ വിളിച്ച് പറയും, ചേട്ടൻ അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയില്ല. കാരണം നോക്കുമ്പോൾ എന്താണ്, അവർ ഫസ്റ്റിൽ 1,00,000 രൂപ ലോൺ എടുത്തു, 20 EMI അടയ്ക്കാനുള്ളതിൽ അവർ ഒരു EMI അങ്ങോട്ട് ആദ്യത്തെ കറക്റ്റ് അടച്ചു, ബാക്കി 19 എണ്ണവും പെൻഡിങ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഒരാൾ പോലും ഇനി പിന്നെ ലോൺ കൊടുക്കില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ പുതിയ പുതിയ ആപ്പുകൾ ഒരുപാട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ചെയ്യാവുന്നതാണ്.
പിന്നെ കഴിവതും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ലോൺ എടുത്ത് നമ്മുടെ വല്ല ചെറിയ കാര്യങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ ലോൺ എടുത്ത് ചെയ്യാതിരിക്കുക. എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും ഒരു ആത്മവിശ്വാസവുമാണ്. അടയ്ക്കുന്ന സമയത്താണ് നമുക്കൊരു വിഷമം വരുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും പലിശയൊക്കെ കൊടുത്ത് എടുക്കണ്ടായിരുന്നു. അത് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് വരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷ് ലോൺ അടയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാകും. അത് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിച്ചുവാരി എടുക്കരുത്. ആവശ്യക്കാർ എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൽ നിന്ന് ലോൺ എടുക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.